അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നഹ്മദുഹു നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനാണല്ലോ, വെള്ളിയാഴ്ച. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാക്ക് പറയാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമതായിട്ട് സമ്മതിദാനം എന്ന് പറയും. നമ്മുടെ സമ്മതം ദാനം ചെയ്യുകയാണ്. അതായത് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കണമോ അതോ മോദി ഇന്ത്യ ഭരിക്കണമോ എന്ന് ആരാണ് നമുക്ക് സമ്മതൻ? ആ വ്യക്തിക്ക് നമ്മുടെ സമ്മതം ദാനം ചെയ്യുന്നതാണ് സമ്മതിദാനം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഹിന്ദി പാഠപുസ്തകം പഠിപ്പിക്കുന്ന ഒരു പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അദ്ദേഹം അന്ന് ആ സമയത്ത് ഇലക്ഷനുണ്ടായിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ സമ്മതിദാനം, അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രായപൂർത്തിയായവരോട് നിങ്ങൾ പോയി പഠിപ്പിക്കണം, പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. സമ്മതിദാനം വേസ്റ്റാക്കരുത്. അങ്ങനെ ഒരാൾ, ഞാൻ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി എല്ലാവരും പോകുന്നുണ്ടല്ലോ, എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും പോകുന്നുണ്ടല്ലോ എന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കഥ പറയുകയുണ്ടായി. അതെന്തെന്നാൽ, ഒരിക്കൽ ഒരു രാജാവ് പ്രജകൾക്ക് എല്ലാ സാധനങ്ങളും വാരിക്കോരി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഒരിക്കൽ അദ്ദേഹം തൻ്റെ പ്രജകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ നാളെ പാൽപായസം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും, ഞാൻ നാളെ കാലത്ത് ഇവിടെ എൻ്റെ ദർബാറിലൊരു വലിയ വട്ടക വെക്കും, അതായത് വലിയൊരു ചെമ്പ് വെക്കും. നിങ്ങളെല്ലാവരും ഓരോ മൊന്ത പാല് കൊണ്ടുവന്ന് അതിലൊഴിക്കണം. മൊന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രം, അതിൻ്റെ വായി ഇടുങ്ങിയതായിരിക്കും, ബാക്കി ഭാഗം ഇങ്ങനെ തക്കാളി പോലെ ഇങ്ങനെ നിൽക്കും. അത് ചെമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനകത്ത് എന്താണെന്ന് പുറത്തുനിന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ പാല് കൊണ്ടെന്ന് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രജകളിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ചിന്തിച്ചു, എല്ലാവരും പാല് കൊണ്ടെന്ന് ഒഴിക്കുമ്പോൾ ഞാൻ ഒരു മൊന്ത വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ അറിയില്ലല്ലോ. കാരണം മൊന്ത ഇങ്ങനെ പിടിക്കുക ചെയ്യുക, അതിനകത്ത് എന്താണെന്ന് മുകളിൽ നിന്നും താഴ്ത്തുനിന്നും ആർക്കും കാണാൻ കഴിയുകയില്ല. അങ്ങനെ എല്ലാവരും മൊന്തയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ദർബാറിൽ. രാജാവ് വന്നു, സിംഹാസനത്തിൽ ഉപവിഷ്ടനായി, എന്നിട്ട് പറഞ്ഞു, ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രജകളിൽ എല്ലാവരും തന്നെ നീ ആദ്യം ഒഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒഴിക്കാൻ തയ്യാറായില്ല. കാരണം എല്ലാവരും വെള്ളമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, എൻ്റെ ഒരു സമ്മതിദാനം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ പോകണം, നിങ്ങളെ സമ്മതിദാനം രേഖപ്പെടുത്തണം. ഇതിനോടനുബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പോകുന്നില്ല, ഞാൻ സമ്മതിദാനം രേഖപ്പെടുത്തുകയുമില്ല, ഞാൻ ഇപ്പോഴുള്ളത് വിദേശത്താണ്. പക്ഷേ വിദേശത്ത് നിന്ന് എനിക്കൊരു ചാർട്ടേഡ് പ്ലെയിൻ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് എൻ്റെ സമ്മതിദാനം രേഖപ്പെടുത്തില്ല. കാരണം എന്തെന്നാൽ, എനിക്ക് വളരെ 100% ഉറപ്പുണ്ട് BJP വൻ ഭൂരിപക്ഷത്തോടു കൂടി വരികയും മോദി വീണ്ടും ഭരിക്കുകയും ചെയ്യും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉറപ്പ് ഖുർആനിൽ നിന്നുള്ള ഉറപ്പാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറ അൽ-അൻആം 6ാമത്തെ സൂറത്തിലെ 65ാമത്തെ വാക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയോട് പറയുകയാണ്, പറയുക, നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭിന്നകക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനത്രേ അവൻ. നോക്കൂ, അവർ ഗ്രഹിക്കുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ തലക്ക് മുകളിൽ നിന്നോ നിങ്ങൾക്ക് അല്ലാഹു ശിക്ഷ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങളെ ഭിന്നകക്ഷികളായി വിഭജിച്ചുകൊണ്ട് നിങ്ങളിൽ മറ്റുള്ളവരുടെ പീഡനം നിങ്ങളെ അനുഭവിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പീഡനം, മുസ്ലിങ്ങളെ പീഡനം അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിരിക്കുകയാണ് RSS, സംഘ് പരിവാർ, മോദി, യോഗി, അമിത്ഷാ. ഇവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്കെതിരിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരെ മാറ്റാൻ ഒരാൾക്കും കഴിയില്ല, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ മുസ്ലിങ്ങൾക്കെതിരിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ചെവിട്ടിൽ ഇട്ട് തരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, വഹ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ, അള്ളാഹുവിൻ്റെ ഖുർആനെ എല്ലാവരും ചേർന്ന് മുറുകെ പിടിക്കൂ, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുപാട് എവിടെ എത്തി?
1400 ചില്ലാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ എന്തുണ്ടാവും? നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്ന് ശിക്ഷ കൊണ്ടുവരും, നിങ്ങളുടെ കാലിനടിയിൽ നിന്ന് ശിക്ഷ കൊണ്ടുവരും, നിങ്ങളിൽപ്പെട്ടവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പീഡനം അനുഭവിപ്പിക്കും. അപ്പോൾ BJP കൊണ്ടും മോദിയെ കൊണ്ടും നമ്മളെ പീഡനം അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഭിന്നിച്ചു. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, AP, EK, KNM, പിന്നെ വിസ്ഡം എന്ന് തുടങ്ങി പല രീതിയിലുള്ള സംഘടനകൾ ഉണ്ടാക്കി പരസ്പരം ചെളിവാരി എറിയുക. അതുകൂടാതെ കേരളത്തിൽ അഹമ്മദിയ ഗ്രൂപ്പ്, പിന്നെ കാദിയാനി ഗ്രൂപ്പ്, ഷിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പല ഗ്രൂപ്പുകളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം നിറവേറ്റി. എന്നിട്ട് നമ്മുടെ സ്ഥിതി എന്തായി മാറി? ഇപ്പോൾ നമ്മൾ ഒരു കാറ്റുപോയ വാഹനം മാതിരിയായ, അതായത് ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയുമില്ല, ആർക്കും അവരുടെ തലക്കിട്ടടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിട്ടുണ്ട്. എല്ലാ പള്ളികളുടെയും അടിഭാഗം തുറന്ന് നോക്കിയിട്ട് അവിടെ ലിംഗമുണ്ട്, ആ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിൽ കിടന്ന് ഉറങ്ങുന്ന ആളെ കഴുത്തറുത്തതിന് ശേഷമേ ഇവരെല്ലാം അറുത്തത്, അവർ വെറുതെ വിടുന്ന് പറയുക. എന്നാൽ വേറെ ആരെങ്കിലും ഒരു മുദ്രാവാക്യം എന്ന് വിളിച്ച് പറഞ്ഞു എന്നതുകൊണ്ട് അവരെ കൊണ്ടുപോയി ജയിലിലിടുക. ഇതൊക്കെ പീഡനങ്ങളല്ല അനുഭവിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ടോ? മനസ്സ് പ്രയാസപ്പെട്ടിട്ടുണ്ടോ? വേണ്ട, പ്രയാസപ്പെടേണ്ട. ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. ഇത് BJPയുടെയോ RSSന്റെയോ അല്ലെങ്കിൽ റിയാസ് മൗലവിയെ കൊന്നതിന് ഈ ജഡ്ജ് ഇറക്കിയിട്ട ശിക്ഷയല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അവരെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടതും നിങ്ങളെ പീഡിപ്പിക്കുന്നതും അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു പീഡനം ഇനിയും തുടരും. ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ്? കാറ്റുപോയ വാഹനം മാതിരി എന്നാൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ എന്താ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അധ്യായം 8 സൂറ അൽ-അൻഫാൽ. അൽ-അൻഫാൽ സൂറത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ കാറ്റുപോകും. നിങ്ങൾ ക്ഷമിക്കൂ, അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്. കണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്? വതദ്ഹബ റിയൂഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ഒരു കാറ്റുപോയ അവസ്ഥ തന്നെയല്ലേ? ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് എണീറ്റ് നിന്ന് പ്രതികരിക്കാൻ കഴിയുമോ? ഒരു ഗ്രൂപ്പിന് കഴിയുമോ? എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമായിട്ട് ഒരു മുസ്ലിം ജീവിക്കേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണ്? വഅതിഉല്ലാഹ വഅതിഉർ റസൂല വഉലിൽ അംറി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള ഒരു കൈകാര്യകർത്താവിനെ അനുസരിക്കുക. അപ്പോൾ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് ഒരു കൈകാര്യകർത്താവിന്റെ താഴത്താണ്. ആരാണ് ഈ ഉലിൽ അമർ, കൈകാര്യകർത്താവ് എന്ന് പറയുന്നത്? ഈ കൈകാര്യകർത്താവ് എന്ന് പറയുന്നത് നമുക്കൊരു മുസ്ലിമിന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പകരം ഒരു ഉലിൽ അമറിന്റെ കൈകാര്യകർത്താവിന്റെ താഴെ വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൈകാര്യകർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ മഹലിൽ ഒരു പള്ളി ഉണ്ടാവും. ആ പള്ളിക്ക് അറിവുള്ള ഒരു ഭരണകൂടമുണ്ടാവും. ബിസിനസ്സുകാരല്ല, അറിവുള്ള ദീൻ അറിയുന്ന ഒരു ഭരണകൂടമുണ്ടാവും. അവരുടെ കീഴിൽ വേണം മുസ്ലിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ പള്ളികളും ഓരോ ഉലിൽ അമറാണ്. എന്നിട്ട് ഇതിന്റെ എല്ലാം മേലെ ഒരു ഷൂറ ഉണ്ടായിരിക്കും നമുക്ക്. അതായത് മൊത്തം കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് അവരെ എന്ത് വേണം, UDFന് വോട്ട് ചെയ്യണോ, LDFന് വോട്ട് ചെയ്യണോ, എന്താണ് അവരുടെ ഭാവി നിശ്ചയിക്കേണ്ടത് എന്നൊക്കെ അവരുടെ മതപരവും അവരുടെ രാഷ്ട്രീയപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്ന ഒരു ഷൂറ ഇസ്ലാമിലുണ്ടാവണം. അങ്ങനെ ഒരു ഷൂറയുടെ കീഴിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇന്ന് ഓരോ വ്യക്തികളും, ഒരു വാപ്പാക്ക് 5 മക്കളുണ്ടെന്നുണ്ടെങ്കിൽ 5 പള്ളികളിലേക്കാണ് അവർ പോകുന്നത്. വീടിന്റെ ചുറ്റുവശത്തുമുള്ള 5 പള്ളികൾ. കാരണം അവരൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഒന്ന് EK ഉണ്ടാവും, AP ഉണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, ജമാഅത്ത് ഉണ്ടാവും, തബ്ലീഗ് ഉണ്ടാവും, അതേപോലെ തന്നെ വിസ്ഡം ഉണ്ടാവും, KNM ഉണ്ടാവും. അങ്ങനെ അവരൊക്കെ ആ 5 പള്ളികളിലേക്കും പോയി. അപ്പോൾ അവിടെ തന്നെ അവർ വിഭജിച്ചു. അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങളെ കാറ്റ് പോകുന്ന പറഞ്ഞത്. നമ്മളെ കാറ്റ് പോയി. ഇനി അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്ന് കാലിനടിയിൽ നിന്ന് നിങ്ങളുടെ ശത്രുക്കളെ കൊണ്ടുവന്ന് പീഡനം അനുഭവിപ്പിക്കുമെന്ന് 1400 വർഷം മുമ്പ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പീഡനം അനുഭവിച്ചേ തീരും. ഇനി എന്താ നമ്മളെ പീഡനം ബാക്കിയുള്ളത്? പള്ളികളൊക്കെ ഇപ്പോൾ പിടിച്ചടക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഹനങ്ങളും വീടും ഒക്കെ RSS സംഘികൾ അതിനെ കയ്യേറും. എന്നിട്ട് നമ്മളെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് അയക്കും. ഉപ്പാപ്പാട് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. തമാശയല്ല. ഡിറ്റൻഷൻ സെന്ററിൽ ഇട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ ഒന്നിക്കും. അന്ന് നമ്മളുടെ ഈ വിഭാഗീയത മാറും. എന്നിട്ട് നമ്മളുടെ വോട്ട് ചെയ്യാനുള്ള സമ്മതിദാനം എടുത്തു കളയും. അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റിലോ മറ്റു വലിയ വലിയ സ്ഥാനങ്ങളിലൊന്നും അവർക്ക് ജോലി ഉണ്ടാവുകയില്ല, മന്ത്രി ആവാൻ പറ്റുകയും ഒന്നുമില്ല. അങ്ങനത്തെ ചുറ്റുപാട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഡിറ്റൻഷൻ സെന്ററിൽ കിടക്കുന്ന ആളുകളെ പാകിസ്ഥാനിലേക്ക് കയറ്റിയേക്കും. അതെങ്ങനെയാണ്?
ഈ ഷിഹാബ് ബോർഡർ ക്രോസ് ചെയ്യണ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ്റെ ബോർഡർ കാണുകയുണ്ടായി. അത് സിവിലിയൻ ബോർഡറാണ്. പാകിസ്ഥാനിലുള്ളവരും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ളവരും ഒക്കെ അവർ ടൂറിസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി കടക്കുന്ന ഒരു ഗേറ്റാണ്. എന്നാൽ ഒരു മിലിറ്ററി ഗേറ്റ് ഉണ്ട്, അത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗേറ്റാണ്. ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഒരു 2 ചില്ലാനം കിലോമീറ്റർ ദൂരം നോമാൻ സോൺ എന്ന് പറയും, അവിടെ ആരും പോകാൻ പാടില്ല. ആ ഭാഗത്ത് അവിടെ നിന്ന് പാകിസ്ഥാനും ഇവിടെ നിന്ന് ഇന്ത്യൻ മിലിറ്ററിയും അതിനെ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നോമാൻ സോണിനകത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരെയാണ് നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറയുക. പാസ്പോർട്ടൊന്നും ഇല്ലാതെ വരുന്നവരാണ്. അവർ 2 കൂട്ടർക്കും വെടിവെച്ചിടാനുള്ള അധികാരമുണ്ട്, അവർ വെടിവെക്കുകയും ചെയ്യും. അത് ഇന്നും തുടരുകയാണ്. അങ്ങനെ നമ്മളെ ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് ഒരു ട്രക്കിൽ കയറ്റിയിട്ട് എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് ഈ മിലിറ്ററി ബേസിലെ മിലിറ്ററിയുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് നമ്മളെ ഇറക്കിയിട്ട് നമ്മളോട് പറയും നടന്നു, അതേ ആ നേരെ കാണുന്നതാണ് പാകിസ്ഥാൻ, അങ്ങോട്ട് നടന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹംബി തുമ്പി മുസംബി, നമ്മൾ രണ്ടാളും മുസ്ലിങ്ങളാണല്ലോ, അതുകൊണ്ട് അവർ നമ്മളെ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടക്കും. ആര്? നമ്മളൊക്കെ, ഞാനടക്കമുള്ളവർ. നടക്കുന്ന സമയത്ത് ഏകദേശം പകുതി വഴി കഴിയുന്ന സമയത്ത് അവർക്ക് അവരുടെ ബൈനോക്കുലറിൽ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്ന പാകിസ്ഥാനി പട്ടാളക്കാർക്ക് കാണാം ഇതേ കുറേ ആൾക്കാർ പാകിസ്ഥാൻ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരുന്ന നമ്മളെയൊക്കെ അവർ വെടിവെച്ചിടും. അങ്ങനെ വെടിവെച്ച് നമ്മുടെ മരണം ഈ മരുഭൂമിയിൽ ഈ നോമാൻ സോണിലാണ് നമ്മുടെ മരണം ഇനി വരാൻ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാതെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്നിക്കാടത്തോളം കാലം നമ്മുടെ മോദി സാറ് കൊണ്ടുപോയിട്ട് ഒരു ചെങ്കോല് വെച്ചിട്ടുണ്ട്. ആ ചെങ്കോല് അവിടെ ഇരിക്കും. 100 കൊല്ലം ഇദ്ദേഹം ഭരിക്കും. ഇദ്ദേഹത്തെ മാറ്റാനൊന്നും ആർക്കും കഴിയുമൊന്നുമില്ല. അതിന് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് EVM മെഷീനുകളും ഇദ്ദേഹം അതിന് വേണ്ട രീതിയിലൊക്കെ കൈകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ EVM നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ജപ്പാൻ, അവരുടെ ഇലക്ഷനിൽ അവരിത് ഉപയോഗിക്കുന്നില്ല. കാരണം അവർക്കതിൽ വിശ്വാസമില്ല. അവർ ബാലറ്റിലാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ബാലറ്റിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആരെങ്കിലും നിവർന്നു നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഇടി വരും, അവൻ ജയിലിൽ പോവും. എന്തെങ്കിലുമൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കേജ്രിവാളും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് മന്ത്രിമാരും പല ആളുകളും ഇന്ന് ജയിലിലാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ വോട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് പ്ലെയിനിൽ പറന്നു പോകുന്ന കുറേ പ്രവാസികളെ കണ്ടിട്ട് എനിക്ക് അവരോടൊക്കെ സഹതാപമാണ് തോന്നുന്നത്. ആ പൈസ എടുത്തിട്ട് പല പാവങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ പൈസ നിങ്ങൾ ഇസ്ലാമിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതല്ല, എനിക്ക് മോദി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമ്മളെടുത്ത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടവൂർ ഷേഖിൻ്റെ പേരിൽ ഒരു കൂട്ടഫാത്തിഹ സംഘടിപ്പിക്കുക. നിങ്ങളിപ്പോൾ ഒരുപാട് മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. ഈ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്ന വ്യക്തികൾ, അതേപോലെ തന്നെ അരവിന്ദ് നിലാവും പിന്നെ മറ്റേ ഒരു തങ്ങളുണ്ടല്ലോ, ആ തങ്ങളും ഈ അരവിന്ദ് നിലാവും അതേപോലെ തന്നെ AP ഉസ്താദും പിന്നെ ഈ മടവൂരിനെ കുറിച്ചിട്ട് പ്രശംസിക്കുന്ന മടവൂർ ഖാഫിലയും എല്ലാവരും കൂടി യോജിച്ചിട്ട് ഒരു ഫാത്തിഹ മേളം സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മടവൂർ ഷേഖ് ചില്ലറക്കാരനൊന്നുമില്ല, ജയിലിൻ്റെ വാതിലൊക്കെ പൊളിച്ച് വന്നിട്ട് ആൾക്കാരൊക്കെ പുറത്തു കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പോൾ മൂപ്പര് വന്നിട്ട് മോദിനെ എടുത്തിട്ട് കളയും, അമിത്ഷാനെ എടുത്ത് കളയും, അതേപോലെ തന്നെ യോഗിയും എടുത്ത് കളയും, മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കും. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തി ഇതേ ഉള്ളൂ. എല്ലാവരും കൂടിയിട്ട് ഒരു ഫാത്തിഹ മേള സംഘടിപ്പിക്കുക. ഫാത്തിഹ മേള സംഘടിപ്പിച്ചിട്ട് അപ്പോൾ അതിന് നല്ല വരുമാനം ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ മടവൂരിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യം നടത്തിത്തരും എന്ന് നിങ്ങളോട് അവസാനമായിട്ട് അപേക്ഷിക്കുകയാണ്. സഹോദരന്മാരെ, സമസ്തക്കാരെ, നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കുക. ഈ മടവൂരും മുഹ്യദ്ദീൻ ഷേഖും പിന്നെ അതേപോലെ തന്നെ റിഫായിൻ ഷേഖും ഇവരൊക്കെ മഹാന്മാരാണ്. അവരൊക്കെ സ്വർഗത്തിൽ പോകും. അവരെ കൊണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി കളവ് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ നരകത്തിലും പോകും. അവരൊക്കെ മഹാന്മാരാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അവരെ വഴിക്ക് വിടുക. നിങ്ങൾ അവരുടെ പേരിൽ കളവ് പറഞ്ഞ് അവരോട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്രയോ ഔലിയാക്കന്മാർ വന്നുപോയി. ഏതെങ്കിലും ഒരു ഔലിയായോട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് മൂസ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം മൂസ അലൈഹിസ്സലാമോട് ചോദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സച്ചരിതരായിട്ടുള്ള 300 വർഷം ജീവിച്ചിട്ടുള്ള താബിമാരാരും തന്നെ അള്ളാഹു അല്ലാത്ത ആരോടും ചോദിച്ചിട്ടില്ല. ഹക്ക്, ജാഹ്, ബർക്കത്ത്, തവസ്സൽ, വസീല, ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, ഇത് ഹക്ക് തന്നെയാണ്, ഈ 5 കാര്യങ്ങളും ഹക്കാണ്. ഈ ഹക്കായിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും. ഒന്നാമതായിട്ട് അത് മനസ്സിലാക്കുക. കാരണം എന്തെന്നാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹദീസ് ഒന്ന് വായിച്ച് നോക്കുക.
ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ. ഒരു മനുഷ്യൻ അതിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. സംശയാസ്പദമായ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ നരകത്തിൽ ചെന്ന് പതിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഹക്കും ജാഹും ബർക്കത്തും കറാമത്തും, ഈ മൊഹീദ്ദീൻ ഷേഖ് അങ്ങനെ ചെയ്തു, റിഫായി ഷേഖ് ഇങ്ങനെ ചെയ്തു, മടവൂർ ഇങ്ങനെ ചെയ്തു, ആയിരിക്കാം, ഉണ്ടായിരിക്കാം. അത് നമുക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. വിട്ടുകളയുക, അതിനെക്കുറിച്ച് തർക്കിക്കാതിരിക്കുക, നിങ്ങൾ വിജയിക്കും. പിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ, ഇപ്പോൾ ഡിറ്റൻഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് നമ്മളൊക്കെ പാകിസ്ഥാൻ്റെ തോക്ക് കൊണ്ട് വെടികൊണ്ട് മരിക്കേണ്ട ചുറ്റുപാടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മളൊക്കെ തൗഹീദിലും, അതായത് ഷിർക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്കും പണിഷ്മെൻ്റ് ഉണ്ടാവുമെന്ന്. ഇതേ ചോദ്യം ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ആ നാട് മുഴുവൻ നശിപ്പിക്കുമ്പോൾ അതിൽ നല്ലവരായ ആളുകൾ ഉണ്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും കൂടിയായിരിക്കും. എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരുടെ ഇന്നമൽ അഅ്മാലു ബിൻ നിയ്യാത്ത്, അവരുടെ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് സ്വർഗം നൽകും, മറ്റുള്ളവർ അള്ളാഹു നരകത്തിലേക്ക് അയക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിലും സംഭവിക്കാനിരിക്കുന്നത്. ഈ മടവൂർ ഷേഖും മൊഹീദ്ദീൻ ഷേഖും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ APEK സമസ്തക്കാർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവർ, അവർ മനസ്സിലാക്കേണ്ടത് ശിക്ഷ നിങ്ങളെ കൊണ്ടാണ് എല്ലാവർക്കും കൂടി കിട്ടാൻ പോകുന്നത്. ഞാൻ അടക്കമുള്ള സമൂഹത്തിനാണ് അള്ളാഹ് ശിക്ഷിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് സുബ്ഹാനഹു വ തആല ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതെന്തെന്നാൽ, നൂഹ് നബി അലൈഹിസ്സലാമിനെയും അതേപോലെ തന്നെ മറ്റ് പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഒക്കെ ജനതയെ മൊത്തം അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കില്ല എന്ന് ഒരു കരാറ് അള്ളാഹ് സുബ്ഹാനഹു വ തആല നബിക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് വ്യക്തമായ ഹദീസുകളുണ്ട്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാനും കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരാജകത്വം, അതായത് നമ്മുടെ നാട്ടിൽ ഈ മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് പരസ്പരം ചെടിവാരിയേറിയൽ, അതുകൂടാതെ അതിൻ്റെ മുകളിൽ നിന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും കൂടിയിട്ട് അള്ളാഹുവിനെ കുറ്റം പറയുന്ന ഈ ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ശരിക്കും ഈ സമൂഹത്തിന് മൊത്തത്തിൽ ശിക്ഷിക്കേണ്ട ഒരു ചുറ്റുപാടാണ് ഉള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അള്ളാഹുവിൻ്റെ കരാർ പ്രകാരം അങ്ങനെ ശിക്ഷ വരികയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞതിനെതിരെ ഭിന്നിച്ചതിൻ്റെ കെയർ ഓഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മോദിയെയും പിന്നെ അതേപോലെ തന്നെ അമിത്ഷായും യോഗിയെയും കൊണ്ടുവന്ന് RSS സംഘി കൊണ്ടുവന്ന് നമ്മളെ പീഡനം അനുഭവിപ്പിക്കുമ്പോൾ എനിക്കതിൽ സന്തോഷമാണ് തോന്നുന്നത്. നമ്മുടെ നബിവചനം വളരെ കൃത്യമാണെന്നും ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നും നമ്മൾക്കും എന്നെപ്പോലെ സ്വതന്ത്രരായി ചിന്തിക്കുന്ന പല ആളുകൾക്കും ആ ഹക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.